സ്റ്റീഫ, നിന്നോട് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. നീ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കുറച്ച് പേരുണ്ട്. അവരൊക്കെ എന്നെ വിശ്വസിച്ചാണ് ഈ ഫണ്ട് ഇറക്കിയേക്കണത്. അവരോടൊക്കെ ഞാൻ എന്ത് കുന്ത പറയണ്ട്? നീ ഇങ്ങനെ കിടന്ന് ചാടല്ലേ. ഞാൻ നിന്റെ പൈസ കൊണ്ട് മുങ്ങിയിട്ടൊന്നുമില്ല. 1 വീക്ക് ഡിലേ അത്രേ ഉള്ളൂ. സ്റ്റീഫ, നിന്റെ റൂട്ട് അങ്ങോട്ട് പോകുന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ മൂഞ്ചിക്കാനാണ് പ്ലാനിങ്. നീ സമ്മാനത്തോടെ കിടന്ന് ഉറങ്ങൂല. നീ എവിടെയാണെങ്കിലും എന്നാ നീ ഉണ്ടാക്കി കാണിക്കും. ഇറ്റ്സ് ലോങ് ടൈം അല്ലേ? ജോലി കിട്ടി, ലൈഫ് സെറ്റിലായി. ഇപ്പം ഹാപ്പി അല്ലേ? അല്ല, ഇൻസ്റ്റ സ്റ്റോറിയൊക്കെ കാണാറുണ്ട്, അറിയാം. ഇറ്റ്സ് നൈസ്. ഇവിടെ ബ്രൈഡ് എൻ്റെ ഫ്രണ്ടാ. ഓ, ചെക്കൻ്റെ ഫ്രണ്ടാ? അല്ല, പേടിക്കണ്ട, എന്നെ പോലെ ഫ്രോഡൊന്നുമല്ല. പണ്ട് പെട്രോളിൽ നിന്ന് വഴിയിലേക്കുമ്പോൾ വണ്ടിയല്ലേ പരിചയമുണ്ട്. ആള് നൈസാ. പിന്നെ അതിനുശേഷം നല്ല ഫ്രണ്ട്സായി. അനിയൻ അവൻ കഴിഞ്ഞ മാസം ജർമ്മനിക്ക് പോയി. അവിടെ ഒരു കോഴ്സ് ചെയ്യുക, പിന്നെ ഒരു ചെറിയ ബിസിനസ് ഐഡിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ. കഴിഞ്ഞ മാസം അച്ഛൻ മരിച്ചു. അതിനുശേഷം അവൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റാണ്ടായി. അത് മനസ്സിലാക്കിയപ്പോൾ അവൻ തന്നെ അവൻ്റെ കാര്യം നോക്കാൻ തുടങ്ങി. ഇപ്പം അവനും ഹാപ്പി, ഞാനും. ഞാൻ അറിഞ്ഞിരുന്നു. ഐ മീൻ, അച്ഛൻ മരിച്ചത്. വരാതിരിക്കാൻ കുറേ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കുറച്ച് ദൂരം ഞാൻ എൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കൊക്കെ എന്തോ പോലെ. അതാ ഞാൻ പിന്നെ പോയത്. അതെന്തായാലും നന്നായി. നീ വന്നിരുന്നെങ്കിൽ നീ ഇട്ടിട്ട് പോയതിൻ്റെ ദേഷ്യവും അച്ഛൻ മരിച്ചതിൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ഞാൻ നിൻ്റെ അടുത്ത് തീർത്തേനെ. ആകെ നാണക്കേടായനെ. എന്തറിയാന്ന് പ്രവീൺ? നിനക്ക് എന്തറിയാന്നാ? എല്ലാം അറിയാന്നുള്ള നിൻ്റെ ഈ കോപ്പിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം. ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ നീ കാരണം മറ്റുള്ളവരുടെ ലൈഫും കൂടെ എഫക്റ്റ് ആവുമെന്ന് വിചാരിച്ച് നീ എടുക്കുന്ന ഓരോ പൊട്ട ഡിസിഷൻസ് ഉണ്ടല്ലോ, എല്ലാവരെയും കൂടെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ ലൈഫ്? നിന്റെ പ്രശ്നമൊക്കെ ഇപ്പൊ സോൾവ് ആയോ? നീ ഇപ്പൊ ഹാപ്പി ആയോ? ഞാനിപ്പോ ഓക്കെ ആണടി. എനിക്കിപ്പോ അത്യാവശ്യം വർക്കുണ്ട്, പിടിച്ചാൽ പറഞ്ഞ പേയ്മെന്റും ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. നൃത്ത പ്രവീണിന്റെ ആക്ടിങ് എന്ത് വർക്ക്? നിനക്ക് ഒരു സെക്കൻഡെങ്കിലും എൻ്റെ കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ തന്നെ ഉണ്ട് എല്ലാം. വർക്കുണ്ട് പോലും. ഫോർട്ട് കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും കള്ളും കുടിച്ച് ഓരോന്ന് വലിച്ചു കൂട്ടി അടിയുണ്ടാക്കണാണല്ലോ നിന്റെ വർക്ക്. ആ വർക്കിന് എത്രയാടാ നിന്റെ പേയ്മെന്റ്? നിനക്കറിയോ, നീ എന്ന് ബായി പറഞ്ഞു പോയ ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച 2 മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് നീ എന്നെ ഇട്ടിട്ട് പോയപ്പോഴും, 2 എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും. ആ 2 മൊമെൻറ്റ്സും ഞാൻ ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുള്ളൂ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. എന്നിട്ടിപ്പോൾ ദൂരെ നിന്ന് നോക്കിയിട്ട് പോയി പോലും. പോടാ, നീ പോ. ഞാൻ എൻ്റെ ലൈഫ് ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചോളാം.